ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മഹേന്ദ്രയെ ഞെട്ടിച്ച 5 വൻപം പരാജയങ്ങൾ. വിപണിയിൽ മഹേന്ദ്രയ്ക്ക് ഇത് നല്ല കാലമാണ്. ബൊലേറോ, സ്കോർപിയോ, താർ, SUV 500, TUV 300, KUV 100. മഹേന്ദ്രയുടെ വിജയാധ്യായങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. വിപണിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രം മാത്രമാണോ മഹേന്ദ്രയ്ക്ക്? ഒരിക്കലുമല്ല. വമ്പൻ പരാജയങ്ങളിലൂടെ കടന്നുവന്ന ഇന്ത്യൻ നിർമ്മാതാക്കളാണ് മഹേന്ദ്ര. ഇതേ പരാജയങ്ങൾ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് വിപണിയിൽ മഹേന്ദ്ര ജനപ്രീതി ആർജിച്ചതും. മഹേന്ദ്രയെ ഞെട്ടിച്ച 5 വമ്പൻ പരാജയങ്ങൾ. മഹേന്ദ്ര ക്വാണ്ടോ. കുറഞ്ഞ ചെലവിൽ കാറുകളെ നിരത്തിലിറക്കാൻ മഹേന്ദ്രയെ കഴിഞ്ഞുള്ളൂ മറ്റ് നിർമ്മാതാക്കളെല്ലാം. ഒരേ അടിത്തറയിൽ നിന്നും ഒരുപിടി കാറുകളെ ഒരുക്കാൻ മഹേന്ദ്രയ്ക്ക് പ്രത്യേക കഴിവാണ്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് മഹേന്ദ്ര ക്വാണ്ടോ. വെട്ടിയൊതുക്കിയ സൈലോയാണ് മഹേന്ദ്ര ക്വാണ്ടോ. സബ് 4 ശ്രേണിയിൽ പേരും പ്രശസ്തിയും ആഗ്രഹിച്ചെത്തിയ ക്വാണ്ടോയ്ക്ക് പക്ഷേ നേരിടേണ്ടി വന്നത് വമ്പൻ വിമർശനങ്ങളായിരുന്നു. അപഖ്യമായ മുഖരൂപം, വെട്ടിയൊതുക്കിയ പിൻഭാഗം, അകാരത്തോട് നീതി പുലർത്താത്ത കുഞ്ഞൻ ടയറുകൾ. ക്വാണ്ടോയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നീളുന്നു. മഹേന്ദ്ര നുവോ സ്പോർട്ട്. ക്വാണ്ടോയിലേറ്റ പരാജയത്തിൽ നിന്നും മഹേന്ദ്ര ഒന്നും പഠിച്ചില്ലെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നുവോ സ്പോർട്ട് വിപണിയിലെത്തിയത്. വിപണിയിൽ ക്വാണ്ടോയ്ക്ക് പകരക്കാരനായി നുവോ സ്പോർട്ടിനെ മഹേന്ദ്ര അണിനിരത്തിയത്. എന്നാൽ ഫലത്തിൽ ഏറെക്കുറെ ക്വാണ്ടോ തന്നെയാണ് മഹേന്ദ്ര നുവോ സ്പോർട്ട്. ഉയർന്ന വിലയും കുറഞ്ഞ ഇന്ധനക്ഷമതയും നുവോ സ്പോർട്ടിന് വിനയായി മാറി. മുഖഭാവത്തിലും ചാസിയിലും പരിഷ്കാരങ്ങൾ നേടിയെങ്കിലും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിൽ നുവോ സ്പോർട്ട് ദാരുണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിൽക്കപ്പെടുന്ന കാർ കൂടിയാണ് നുവോ സ്പോർട്ട്. മഹേന്ദ്ര വെറിറ്റോ വൈബ്. സബ് 4 മീറ്റർ ശ്രേണിയിലേക്കുള്ള മഹേന്ദ്രയുടെ ആദ്യ സമർപ്പണം വെരിറ്റോ വൈബ് കമ്പനി നേരിട്ട വമ്പൻ തിരിച്ചടികളിലൊന്നാണ്. ബൂട്ടിൽ മഹേന്ദ്ര നടത്തിയ പരീക്ഷണമാണ് വെരിറ്റോ വൈബിന് വിനയായത്. കരുത്തുറ്റ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വെരിറ്റോ വൈബിൽ ഒരുങ്ങിയെങ്കിലും അകാരത്തിലെ പാകപ്പിഴവ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഒട്ടും ദഹിച്ചില്ല. മഹേന്ദ്ര വോയേജർ. മാരുതി ഓമിനിക്ക് കടിഞ്ഞാനിടാനാണ് വോയേജറുമായി മഹേന്ദ്ര എത്തിയത്. മിത്സുബിഷിയുമായുള്ള സഹകരണത്തിൽ മഹേന്ദ്ര അവതരിപ്പിച്ച വോയേജർ പ്യൂഷോയുടെ 2.1 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇടം പിടിച്ചത്. ഇന്ത്യയിലെത്തിയ മിത്സുബിഷി ഡെലീക്കയാണ് മഹേന്ദ്ര വോയേജർ. ആവശ്യത്തിലേറെ ഇന്റീരിയർ സ്പേസും ഡ്യുവൽ റോ കണ്ടീഷനിങ്ങും നൽകിയ ഇന്ത്യയുടെ ആദ്യ MUV ആണ് വോയേജർ. 5 ലക്ഷം രൂപ വിലയിലെത്തിയ വോയേജറിന് പക്ഷേ ഉപഭോക്താക്കളെ നേടാൻ സാധിച്ചില്ല. വോയേജറിൽ ഏറ്റ പരാജയങ്ങൾ പാഠം കൊണ്ടാവണം ആഡംബര വാൻ ശ്രേണിയിലേക്ക് മഹേന്ദ്ര പിന്നെ കൈകടത്തിയില്ല. സ്കോർപിയോ ഗെറ്റവേ. യഥാർത്ഥത്തിൽ ടിൻ ക്യാബിൻ പിക്കപ്പ് ട്രക്കുകളെ ഉൾക്കൊള്ളാൻ ഇന്ത്യൻ ജീവിതശൈലി ഇന്നും സജ്ജമായിട്ടില്ല. അതിനുത്തമ ഉദാഹരണമാണ് സ്കോർപിയോ ഗെറ്റവേയുടെ പരാജയം. 120 bhp കരുത്തേകുന്ന എഞ്ചിനും 4x4 ഓപ്ഷൻ മോഡലിൽ ഒരുങ്ങിയിട്ടും ഉപഭോക്താക്കളെ നേടാൻ സ്കോർപിയോ ഗെറ്റവേ പെടാപ്പാട് വിടുകയാണ്. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.